ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ ഐഡിയ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം കെയിം വിത്ത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ 1789. റെവല്യൂഷൻസിന് തുടക്കം കുറിച്ചത് 1789 ഫ്രഞ്ച് റെവല്യൂഷനാണ്. ആദ്യത്തെ ഒരു ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം ആയിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രാൻസ്, ആസ് യു വുഡ് റിമെമ്പർ, വാസ് ഫുൾ ഫ്ലെജ്ഡ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ഇൻ 1789 അണ്ടർ ദ റൂൾ ഓഫ് ആൻ അബ്സല്യൂട്ട് മൊണാർക്ക്. 1789 ഫ്രാൻസ് ഒരു പൂർണ്ണമായ പ്രാദേശിക സംസ്ഥാനമായിരുന്നു. ഈ സമയത്ത് ഫ്രാൻസ് റൂൾ ചെയ്തിരുന്നത് ഒരു അബ്സല്യൂട്ട് മൊണാർക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ലൂയിസ് 16. The political and constitutional changes that came with the wake of French Revolution led to the transfer of power from the monarchy to a body of French citizens. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് മൊണാർക്കി ആയിട്ടുള്ള ഗവൺമെൻറ്റിൽ നിന്നും ഒരു കൂട്ടം ഫ്രഞ്ച് സിറ്റിസൻസിലേക്ക് പവർ കൈമാറി. French revolutionaries introduced various measures and practices that would create a sense of collective identity amongst the French people. ഫ്രഞ്ച് വിപ്ലവകാരികൾ, അതായത് ഫ്രഞ്ച് റെവല്യൂഷണറീസ്, ഫ്രഞ്ചുകാർക്കിടയിൽ കൂട്ടായ സത്വബോധം, അങ്ങനെ വെച്ചാൽ എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി സൃഷ്ടിക്കുന്ന വിവിധ നടപടികളും സമ്പ്രദായങ്ങളും അവതരിപ്പിച്ചു. The ideas of la patrie, the fatherland, and les citoyens, the citizen, emphasized the notion of a united community enjoying equal rights under a constitution. പിതൃരാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും ആശയങ്ങൾ ഭരണഘടനയുടെ കീഴിൽ തുല്യ അവകാശങ്ങൾ ആസ്വദിക്കുന്ന ഒരു ഐക്യ സമൂഹം എന്ന ആശയത്തിന് ഊന്നൽ നൽകി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് റെവല്യൂഷണറീസ് കൊണ്ടുവന്ന വേരിയസ് മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് എ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ്. ദ ട്രൈക്കളർ വാസ് ചോസൻ ടു റീപ്ലേസ് ദ ഫോർമർ റോയൽ സ്റ്റാൻഡേർഡ്. പഴയ റോയൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലാഗ് മാറ്റി പുതിയൊരു ട്രൈ കളേർഡ് ഫ്രഞ്ച് ഫ്ലാഗ് ചോസ് ചെയ്തു. The Estates General was elected by the body of active citizens and renamed the National Assembly. എസ്റ്റേറ്റിൻ്റെ ജനറലിനെ ബോഡി ഓഫ് ആക്റ്റീവ് സിറ്റിസൻസ്, അതായത് സജീവമായ സിറ്റിസൻസ് എലക്ട് ചെയ്യുകയും നാഷണൽ അസംബ്ലിക്ക് പുതിയ പേര് നൽകുകയും ചെയ്തു. ന്യൂ ഹിംസ് വെർ കമ്പോസ്ഡ്, ഓത്ത്സ് ടേക്കൺ ആൻഡ് മാർട്ടേഴ്സ് കമ്മമറേറ്റഡ്, ഓൾ ഇൻ ദ നെയിം ഓഫ് ദ നേഷൻ. പുതിയ ഗാനങ്ങൾ രചിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും രക്തസാക്ഷികളെ രാഷ്ട്രത്തിൻ്റെ നാമത്തിൽ അനുസ്മരിക്കുകയും ചെയ്തു. A centralized administrative system was put in place and it formulated uniform laws for all citizens within its territory. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭരണ സംവിധാനം നിലവിൽ വരികയും അതിൻ്റെ കീഴിൽ എല്ലാവർക്കും ഒരുപോലത്തെ, അതായത് ഈക്വൽ ആയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. Internal custom duties were abolished and a uniform system of weights and measures was adopted. ഇൻറ്റേർണൽ ആയിട്ടുള്ള കസ്റ്റം ഡ്യൂട്ടീസ് ഒക്കെ അബോളിഷ് ചെയ്തു. കസ്റ്റം ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ഗൂഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ വാങ്ങുന്ന ടാക്സ്. ഇവിടെ ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂട്ടീസ്, അതായത് ഒരു നേഷൻ്റെ ഉള്ളിലുള്ള കസ്റ്റം ഡ്യൂട്ടീസ് ഒക്കെ അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ വെയ്റ്റ്സും മെഷേഴ്സും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നേഷൻ്റെ ഉള്ളിൽ ഒരുപോലത്തെ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. നേരത്തെ എല്ലായിടത്തും വേറെ വേറെ വെയ്റ്റ്സും മെഷേഴ്സും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒരുമിച്ചാക്കി ഒറ്റൊരു രീതിയിലാക്കി. Regional dialects were discouraged and French, as it was spoken and written in Paris, became the common language of the nation. റീജിയണൽ ഡയലക്ട്സ്, അതായത് പ്രാദേശിക ഭാഷകൾ. ഈ പ്രാദേശിക ഭാഷകളൊക്കെ ഡിസ്കറേജ് ചെയ്തു, അതായത് നിരുത്സാഹപ്പെടുത്തി. ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് സ്പീക്ക് ചെയ്തിരുന്നതും റൈറ്റ് ചെയ്തിരുന്നതും പാരീസിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ചിനെ കോമൺ ലാംഗ്വേജ് ഓഫ് ദ നേഷനായി തിരഞ്ഞെടുത്തു. The revolutionaries declared that it was the mission and the destiny of the French nation to liberate other peoples of Europe from despotism. വളരെ ക്രൂവലായിട്ടും ഒപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ പവർ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഡെസ്പോട്ടിസം എന്ന് പറയുന്നത്. യൂറോപ്പിലെ ജനങ്ങളെ ഡെസ്പോട്ടിസത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് ഫ്രഞ്ച് രാഷ്ട്രത്തിൻ്റെ ദൗത്യവും വിധിയുമാണെന്ന് അവിടുത്തെ വിപ്ലവകാരികൾ ഡിക്ലെയർ ചെയ്തു. When the news of the events in France reached in different cities of Europe, students and other members of the educated middle class began setting up Jacobin clubs. ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഈവൻസ് ഒക്കെ യൂറോപ്പിലെ മറ്റുള്ള സിറ്റീസിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസും അതുപോലെ തന്നെ അവിടുത്തെ മിഡിൽ ക്ലാസ്, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഒക്കെ കൂടി ജാക്കോബിൻ ക്ലബ്സ് ഫോം ചെയ്തു.
Their activities and campaigns prepared the way for the French armies, which moved into Holland, Belgium, Switzerland, and much of Italy in the 1790s. 1790-കളിൽ ഹോളണ്ട്, ബെൽജിയം, സ്വിറ്റ്സർലൻഡിലേക്കും ഇറ്റലിയുടെ ഭൂരിഭാഗത്തിലേക്കും നീങ്ങിയ ഫ്രഞ്ച് സൈന്യത്തിന് ഈ ജാക്കോബിൻ ക്ലബ്സിൻ്റെ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും വഴിയൊരുക്കി. With the outbreak of the Revolutionary Wars, the French armies began to carry the idea of nationalism abroad. നാഷണലിസം എന്ന് പറഞ്ഞാൽ ദേശീയത. വിപ്ലവകരമായ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ ഫ്രഞ്ച് സൈന്യം ദേശീയത എന്ന ആശയം വിദേശത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. In the wide swath of territory that came under his control, Napoleon set about introducing many of the reforms that had already introduced in France. നെപ്പോളിയൻ തൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിൻ്റെ വിശാലമായ പരിധിക്കുള്ളിൽ ഫ്രാൻസിൽ താൻ ഇതിനകം അവതരിപ്പിച്ച പല പരിഷ്കാരങ്ങളും അവതരിപ്പിക്കാൻ തുടങ്ങി. Through a return to monarchy, Napoleon had destroyed democracy in France, but in the administrative field, he had incorporated with the revolutionary principles in order to make the whole system more rational and efficient. മൊണാർക്കിയിലേക്ക് തിരിച്ചു വന്ന നെപ്പോളിയൻ ഫ്രാൻസിലെ ജനാധിപത്യം, അതായത് ഡെമോക്രസിയെ ഡിസ്ട്രോയ് ചെയ്തു. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൂടുതൽ റേഷണലും എഫിഷ്യൻറ്റും ആക്കാൻ വേണ്ടി അദ്ദേഹം റവല്യൂഷണറി പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിരുന്നു. ഇനി നമ്മൾ സിവിൽ കോഡ് ഓഫ് 1804 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ സിവിൽ കോഡ് ഓഫ് 1804 ഈസ് യൂഷ്വലി നോൺ ആസ് നെപ്പോളിയനിക് കോഡ്. ദ സിവിൽ കോഡ് ഓഫ് 1804 എന്ന് പറയുന്നത് എല്ലായിടത്തും നെപ്പോളിയനിക് കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. It did away with all privileges based on birth, established equality before the law and secured the right to property. ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ പ്രത്യേക അവകാശങ്ങളും ഇല്ലാതാക്കി നിയമത്തിന് മുന്നിൽ തുല്യത സ്ഥാപിക്കുകയും സ്വത്തവകാശം ഉറപ്പാക്കുകയും ചെയ്തു. This code was exported to the regions under French control. ഫ്രഞ്ച് കൺട്രോളിലുള്ള എല്ലാ റീജിയൻസിലും ഈ കോഡ് എക്സ്പോർട്ട് ചെയ്തു. In the Dutch Republic, in Switzerland, in Italy and Germany, Napoleon simplified administrative divisions, abolished the feudal system and freed peasants from serfdom and manorial days. ഡച്ച് റിപ്പബ്ലിക്കിലും സ്വിറ്റ്സർലാൻഡിലും ഇറ്റലിയിലും ജർമ്മനിയിലും നെപ്പോളിയൻ ഭരണപരമായ വിഭജനം ലളിതമാക്കുകയും ഫ്യൂഡൽ സമ്പ്രദായം, അതായത് ഫ്യൂഡൽ സിസ്റ്റം നിർത്തലാക്കുകയും കർഷകരെ അടിമത്തത്തിൽ നിന്നും മൊണോറിയൽ കുടിശ്ശികയിൽ നിന്നും മോചിപ്പിച്ചു. In the towns too, guild restrictions were removed, transport and communication system were improved, peasants, artisans, workers and new businessmen enjoyed a newfound freedom. ടൗണുകളിൽ ഗിൽഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇംപ്രൂവ് ചെയ്തു, പെസൻസും ആർട്ടിസൻസും വർക്കേഴ്സും അതുപോലെ തന്നെ പുതിയ ബിസിനസ് മാൻസൊക്കെ വളരെയധികം ഫ്രീഡം എൻജോയ് ചെയ്തു. Businessmen and small-scale producers of goods in particular begin to realize that uniform laws, standardized weights and measures, and a common national currency would facilitate the movement and exchange of goods and capital from one region to another. യൂണിഫോം ലോസും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സും കോമൺ ആയിട്ടുള്ള കറൻസിയൊക്കെ ഗൂഡ്സിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുമെന്ന് ബിസിനസ്മാനും സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സും ഒക്കെ റിയലൈസ് ചെയ്തു. However, in the areas of conquered, the reactions of the local populations to French rule were mixed. ഫ്രഞ്ച് കോൺക്വർ ചെയ്ത റീജിയൻസിലൊക്കെ ഫ്രഞ്ച് റൂളുമായിട്ടുള്ള റിയാക്ഷൻസ് വളരെയധികം മിക്സ്ഡ് ആയിരുന്നു. In many places such as Holland and Switzerland, as well as in certain cities like Brussels, Mainz, Milan and Warsaw, the French armies were welcomed as harbingers of liberty. ഹോളണ്ട്, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ബ്രുസൽസ്, മെയിൻസ്, മിലാൻ ആൻഡ് വാർസോ തുടങ്ങിയ സിറ്റീസുകളിലും ഫ്രഞ്ച് ആർമീസിനെ ഹാർബിംഗേഴ്സ് ഓഫ് ലിബർട്ടി എന്ന നാമത്തിലാണ് വെൽക്കം ചെയ്തിരുന്നത്. ഹാർബിംഗേഴ്സ് ഓഫ് ലിബർട്ടി എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കക്കാർ എന്നാണ് അർത്ഥം. But the initial enthusiasm soon turned to hostility as it became clear that the new administrative arrangements did not go hand in hand with the political freedom. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പൊളിറ്റിക്കൽ ഫ്രീഡവുമായിട്ട് ചേർന്ന് പോകുന്നില്ലെന്ന് വ്യക്തമായതോടെ തുടക്കത്തിലെ ആ ഒരു ആവേശം ഉടൻ തന്നെ ശത്രുതയിലേക്ക് വഴിമാറി. തുടക്കത്തിൽ ഫ്രഞ്ച് റൂളിനെയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല ഫ്രഞ്ച് ആർമീസിനെയൊക്കെ ഹാർബിംഗേഴ്സ് ഓഫ് ലിബർട്ടി എന്നൊക്കെ ആയിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.
Increased taxation, censorship, forced conscription into the French armies required to conquer the rest of Europe all seemed to outweigh the advantages of the administrative changes. വർദ്ധിച്ച നികുതി, സെൻസർഷിപ്പ്, യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങൾ കീഴടക്കാൻ ആവശ്യമായ ഫ്രഞ്ച് സൈന്യത്തിലേക്ക് നിർബന്ധിത നിയമനം എല്ലാം ഭരണപരമായ മാറ്റങ്ങളുടെ നേട്ടങ്ങളെ മറികടക്കുന്നതായി തോന്നി. സ്റ്റുഡൻസ്, അപ്പോൾ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ ഐഡിയ ഓഫ് ദ നേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ ഏർണസ്റ്റ് റെനാൻ്റെ വാട്ട് ഈസ് എ നേഷൻ എന്ന് പറഞ്ഞ സ്പീച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.